16ാം ധനകാര്യ കമ്മീഷൻ ഇന്ന് തിരുവനന്തപുരത്ത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഹിതം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായാണ് കമ്മീഷൻ കേരളത്തിലെത്തിയത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും. 5 വർഷ കാലയളവിൽ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകേണ്ട സാമ്പത്തിക വിഷയങ്ങളടക്കം യോഗത്തിൽ ചർച്ചയാകും. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന നികുതി വിഷയങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായാണ് 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയത്. നിലവിൽ കേന്ദ്രത്തിന്റെ മൊത്ത വിഹിതത്തിൽ നിന്നും 20% സംസ്ഥാനങ്ങൾക്ക് നൽകുക. ഇത് 50%ത്തിലേക്ക് ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം, പഞ്ചാബ്, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് ധനകാര്യ കോൺക്ലേവ് നടത്തിയിരുന്നു. ഡിവിസിബിൾ പൂളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ വർധനവ് വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, ജനസംഖ്യാ സൂചകങ്ങൾ എന്നിവ പരിഗണിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി ലഭ്യമാക്കുന്നത്. കേരളത്തിന്റെ അമിത സൗജന്യ പദ്ധതികൾ ഒഴിവാക്കണമെന്ന് കേന്ദ്രം പലതവണ താക്കീത് നൽകിയിരുന്നു. ഇത് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നതും 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചതാണ്. കൂടാതെ കേരളത്തിന്റെ കടപരിധിയും പ്രധാന ചർച്ചയാകും. പെൻഷൻ കമ്പനി, കിഫ്ബി തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാധ്യത കടപരിധിയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് കേരളത്തിന്റെ ആവശ്യം. പദ്ധതികളുടെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേരളം എടുക്കുന്ന നിലപാടാണ് സംസ്ഥാനത്തിന് തിരിച്ചടിയാകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയും പങ്കെടുക്കും. 16ാം ധനകാര്യ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2026 ഏപ്രിൽ മുതൽ കേന്ദ്രത്തിൽ നിന്ന് ധനവിഹിതങ്ങൾ ലഭിച്ചു തുടങ്ങും. ജനം, തിരുവനന്തപുരം.